ഞങ്ങളെ വീടിൻ്റെ മുറ്റത്തെ വഴി കൂടെ വരുന്നവരും പോണവരൊക്കെ കണ്ണ് വെക്കുന്ന ഒരു സാധനമുണ്ട്. എന്താ അറിയോ? ദാ തെച്ചി. തെച്ചി എന്നാണ് കേട്ടോ ഇവിടെ പറയുക. ഇതിന് വേറെ 1-2 പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. തെറ്റി എന്നും പറയും, ചെത്തി എന്നും പറയും. ഇനി വേറെ എന്തെങ്കിലും പറയുമോ? അങ്ങനെയാണെങ്കിൽ അതും കൂടി ഇങ്ങോട്ട് പോന്നോട്ടെ നമ്മളെ കമൻറ്റ് ബോക്സിലേക്ക്. അപ്പോൾ ഈ ഒരു തെച്ചിപ്പൂവ് ഇത് ഭംഗിയാലേ കാണാൻ. ഇത് ശരിക്കും ഒറിജിനൽ നാടൻ കാട്ടു തെച്ചിയാണ് കേട്ടോ. ഇത് ചെറിയൊരു കുഞ്ഞ് തൈയായിരുന്നു. അപ്പോൾ ആ കുഞ്ഞ് തൈ ഞങ്ങൾ അപ്പുറത്തെ തൊടിയിലുണ്ടായിരുന്നേ. അന്ന് ഞാൻ കുറേ മുന്നേ പറിച്ച് കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിട്ടതാണ് കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ നനച്ചെടുത്തപ്പോൾ ഇങ്ങനെ ഉണ്ടായി ആൾ. അപ്പോൾ അത് അടിപൊളിയായിട്ട് പൂത്തുലഞ്ഞ് ഇങ്ങനെ നിൽക്കണം. സാധാരണയായിട്ട് ഈ തെച്ചിപ്പൂക്കൾ എന്തിനൊക്കെ ഉപയോഗിക്കുക? നമ്മൾ അമ്പലത്തേക്ക് പൂജയ്ക്കും അതുപോലെ മാല കെട്ടാനും പിന്നെ ഒരുപാട് ഔഷധ മൂല്യങ്ങളുള്ളത് ഈ ഒരു തെച്ചി മരുന്ന് കടയ്ക്കും ഒക്കെയാണല്ലേ ഉപയോഗിക്കുക, ആയുർവേദ മരുന്ന് കടയ്ക്കൊക്കെ. അപ്പം നമ്മളെന്തിനാണ് ഇത് ഉപയോഗിക്കണേ? നമ്മളിന്നൊരു ഫുഡ് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് വഴിയേ പറഞ്ഞുതരാം. അപ്പോൾ നല്ല നല്ല കുറച്ച് തെച്ചിപ്പൂക്കൾ പറിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ തെച്ചി മരത്തിലേ തെച്ചിപ്പൂക്കൾ മാത്രമൊന്നല്ല കേട്ടുള്ളത്. ഇതിലൊരു പക്ഷി വന്നങ്ങാണ്ട് കൂട് കൂട്ടി മുട്ടിട്ട് കുറേ കുട്ടികളൊക്കെ ഉണ്ടായി വിരിഞ്ഞ് പാറിപ്പോയൊക്കെ ചെയ്തേനെ. അതിന് ശേഷം വേറെ കുറച്ച് ആൾക്കാർ വന്ന് ഇതിൽ കൂട് കൂട്ടിന് കേസ് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ നല്ല പേടിച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ മുഖം കണ്ടായിരിക്കുമോ ഭയങ്കര സന്തോഷത്തിലാണെന്ന്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പേടിയുണ്ട്. എന്താ അറിയോ? ഇതിനുള്ളിൽ ആ ഉള്ളിലൊരു തേനീച്ചക്കൂടുണ്ട്, വലിയൊരു തേനീച്ചക്കൂട്. അപ്പോൾ 1-2 ആൾക്കാർ ഇങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പറന്ന് വരുന്നുണ്ട് കേട്ടോ. തേന് ശേഖരിച്ച് കൊണ്ടുപോകണവരുണ്ട്, അവിടെ സ്വരൂപിച്ച് കൂടുന്നവരുണ്ട്. എന്തായാലും എല്ലാം കൂടി ഒരു പടയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. നമുക്കിത് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തേനൊക്കെ എടുക്കണം. ആരെങ്കിലുമൊക്കെ തേനെടുക്കാൻ അറിയണവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് എങ്ങനെയെങ്കിലുമൊക്കെ തേനെടുക്കും. അന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണ്ട കേട്ടോ. ഞാനേ ഇതിൻ്റെ മുകളിലേക്കൊക്കെ വലിഞ്ഞു കയറി എന്തിനാ അറിയോ? തെച്ചിപ്പൂ എടുക്കുക, അത് ശരിയാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ തെച്ചിക്കായ ഉണ്ടായിരുന്നു, ഒരുപാട് തെച്ചിക്കായ ഉണ്ടാവലുണ്ട്. ഇതൊക്കെ മനു പറിച്ച് തിന്നും. അത് ശരിയാ, ഈ ഭാഗത്തേക്ക് വരില്ല. നമ്മളാ വീടിൻ്റെ അപ്പുറത്തുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇതന്നെ ഇതിൻ്റെ നേരെ അപ്പുറത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നിലൊക്കെ ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ മാസത്തിൽ തറവാട്ടിൽ പൂജ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇന്നലെയായിരുന്നു തറവാട്ടിൽ പൂജ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്കും വേണ്ടി പൂജിക്കാൻ കുറേ പൂക്കൾ പറിച്ചെടുത്തു. അമ്മയാണ് പറിച്ചത്. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞതാണ്, നിങ്ങൾ ഈ ഭാഗത്തുള്ള പറിക്കേണ്ട, തേനീച്ചക്കൂടുള്ളതല്ലേ, നിങ്ങൾ അപ്പുറത്ത് ഉള്ളത് പറിച്ചോളിന്ന് പറഞ്ഞു. അപ്പം അവിടെയായിരുന്നു തെച്ചിക്കായൊക്കെ ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ഇന്നലെ ഞങ്ങൾ പറിച്ച് തിന്നു. ഇതാ കണ്ടില്ലേ, ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന തെച്ചിപ്പൂ ഇങ്ങനെ എടുക്കുക, തിരിച്ച് പിടിച്ചിട്ടേ. ഓ എൻ്റെ അമ്മേ, എന്തൊരു മധുരമാണ് അറിയോ? വെറുതെ അല്ലേ തേനീച്ചാൾ ഇതുപോലെ ഇങ്ങനെ കൂടുന്നു കേട്ടോ. നല്ല തേന്. ഇതാ കണ്ടില്ലേ, എന്ത് നല്ല ഭംഗിയുള്ള കളറുള്ള തെച്ചിപ്പൂക്കളല്ലേ. ഇനി നമ്മളെ തെച്ചിമരത്തുമ്പിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള ഇതാ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒലച്ച് കഴുകണം കേട്ടോ, കാരണം നല്ല പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ കഴുകി വൃത്തിയാക്കിയെടുത്ത ഈ ഒരു തെച്ചിപ്പൂക്കളെ ഞാൻ എന്താ ചെയ്യേണ്ടത് അറിയോ? നമ്മളിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. മിക്സിൻ്റെ ചാർക്കിതാ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ശർക്കര നന്നായിട്ട് ഉരുക്കി അരിച്ച് വെച്ചിട്ട് കേട്ടോ, അതാണ് ഒഴിച്ചു കൊടുക്കണത്. മധുരത്തിന് ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അരയ്ക്കുക. ആ ഒരു ശർക്കരപ്പാനിയും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുള്ള തെച്ചിപ്പൂവിൻ്റെ അവസ്ഥ കാണണം നിങ്ങൾക്ക്. ഈ ഒരു അവസ്ഥയ്ക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ തെച്ചിപ്പൂ പാനി. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ ഇതാ 1 കപ്പ് അരിപ്പൊടി ഉണ്ട് കേട്ടോ. അതൊരു പാത്രത്തിൽ കണ്ട് മാറ്റി കൊടുക്കുക. 3/4 കപ്പ് കോൺഫ്ലോർ ആട്ടോ ചേർത്ത് കൊടുക്കണേ. 1 കപ്പ് അരിപ്പൊടിയും 3/4 കപ്പ് കോൺഫ്ലോറും. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ. നമ്മളെ തെച്ചിപ്പൂവും ശർക്കരയും കൂടി മിക്സ് ചെയ്ത് വെച്ചത് അത് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കട്ടോ. ആ ഒരു തെച്ചിപ്പൂവിൻ്റെ ഒരു കളർ തന്നെ തോന്നുന്നില്ലല്ലേ ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ? വേറൊരു കളറ്. പക്ഷെ അതിങ്ങനെ വേണമല്ലേ, ആ ഒരു ചുവപ്പ് കളറ്. പക്ഷെ അരയ്ക്കുമ്പോൾ അതേ, പിന്നെ ഈ ശർക്കര എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത ശർക്കരയെന്നേ. അപ്പം അതുകൊണ്ട് വന്നതാണ് അങ്ങനത്തെയൊക്കെ കളറ്. പഞ്ചസാര ഇടാൻ പറ്റൂല, പഞ്ചസാര ഇട്ടാൽ അത് വേറൊരു ഇതായി പോകും. മധുരം കുറച്ച് കുറവാട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ആ ശർക്കര പാനി ബാക്കി ഉണ്ടല്ലോ, അപ്പോൾ അതും കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് നല്ല വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു ലൂസ് രീതിയിൽ കിട്ടണം നമുക്കിത്. അങ്ങനെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള എല്ലാ ചേരുവകളും നന്നായിട്ട് ഇളകി നമുക്ക് ബോധ്യം വരുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. കട്ടയൊന്നുമില്ലാതെ ഞാൻ ചെയ്തില്ലേ ഇതേ രീതിക്ക് ആക്കി കൊടുക്കണേ. ഞാൻ നല്ലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. നെയ്യൊക്കെ ചൂടായിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇതൊന്നും അങ്ങോട്ട് വറുക്കട്ടോ. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് മൂത്ത് വന്നു കേട്ടോ. നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം. പാൻ അടുപ്പത്ത് തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ നെയ്യിലേക്കാണ് നമ്മൾ എന്തൊഴിക്കുക അറിയോ? ആദ്യം നമ്മൾ എടുത്ത് വെച്ചിട്ടില്ലേ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഒഴിക്കട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിക്കട്ടോ, കാരണം ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഊറിപ്പിടിച്ചിട്ടുണ്ടാവും. മൊത്തം അങ്ങോട്ട് ഒഴിക്കണേ. നന്നായിട്ട് ഒഴിച്ചു. ആ പാത്രത്തിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിൽ ഒഴിക്കണ്ടേ.
ഇനി നമുക്ക് ഗ്യാസ് എത്തിക്കാം. ഇതാ പാനടുപ്പത്തേക്ക് തന്നെ മാറ്റണേ. ഇനിയാണ് കൈ വിടാതെ ഇളക്കേണ്ടത്. അപ്പം അതിങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കണത് എന്താണെന്ന് പറഞ്ഞു തരണ്ടേ? ഉണ്ടാക്കണതാണ് തെച്ചിപ്പൂ ഹൽവ കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ എന്തായാലും ലൈക്ക് അടിക്കണേ. അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടുകാർക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതിങ്ങനെ ഇളക്കുന്നുണ്ട് കേട്ടോ. ഇളക്കാൻ നമുക്ക് പണി കിട്ടും. ഏകദേശം ഇങ്ങനെ കുറുകി വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് കുറുകിയത്. അപ്പോഴേ ഇത് തീ നല്ലോണം ശ്രദ്ധിക്കണേ. നല്ലോണം ഫ്ലെയിമൊക്കെ താഴ്ത്തി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഏകദേശം കുറുകി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ആദ്യം പൊരിച്ച് വെച്ചത് അണ്ടിപ്പരിപ്പില്ലേ, അപ്പം അതങ്ങോട്ട് വാരി വിതറുക കേട്ടോ. ഇനി കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതേ രീതിക്ക് വാഴയില കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കിയെന്ന് കേട്ടോ. നമ്മളെ പഴയ വ്യൂവേഴ്സിനൊക്കെ ചിലപ്പോൾ അറിയുണ്ടാവും, പുതിയവർക്ക് ചിലപ്പോൾ അതൊന്നും അറിയണമെന്നില്ല. അപ്പോൾ അവരൊക്കെ ഒന്ന് നമ്മളെ ചാനൽ സെർച്ച് ചെയ്ത് കണ്ടുകൊണ്ടു. വാഴയില ഹൽവ നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണ് വാഴയില വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഹൽവ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് നെയ്യ് ഇങ്ങനെ ചേർത്ത് കൊടുക്കണേ. ചട്ടിയിൽ നിന്നൊക്കെ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് വിട്ട് പോരുന്ന ആ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് നമ്മളെ ഹൽവ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് വാങ്ങ വേഗം. ഇനി നമുക്കതൊന്ന് സെറ്റ് ചെയ്യണ്ടേ? ഞാനിതാ ഒരു നല്ല ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ഒന്നുമില്ല, നേരെ ഈ ഒരു ട്രേക്കേട് മാറ്റി കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഹൽവ എന്നിട്ട് ഇതിക്കേണ്ട സെറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടുണ്ട് ലെവൽ ചെയ്യുക കേട്ടോ. ലെവലേശം കേട് വരാതെ ലെവൽ ചെയ്യാം. അപ്പം ഞാൻ ആ കുറച്ച് തെച്ചിപ്പൂക്കളൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് സമയമായി, കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് മറച്ചിടണ്ടേ. അപ്പോൾ അതാ ഇങ്ങനെ ഒരു പാത്രം അതിൻ്റെ മുകളിൽ വെച്ചെടുക്കുക. നമുക്ക് ഇങ്ങനെ കാട്ടിയിട്ട് 1-2 തട്ടും മേടലൊക്കെ കൊടുക്കട്ടോ. തട്ടും മേടലൊന്നും ചെയ്യണ്ടായിരുന്നില്ല, ഒറ്റച്ചാട്ടം അതിൻ്റെ അടിക്ക് നേരെ അങ്ങോട്ട് മാറ്റി കൊടുക്കട്ടോ. അപ്പം എന്താ പൊട്ടത്തരം ചെയ്തേ? തെച്ചിപ്പൂക്കളൊക്കെ അടിയിലായി. ഞാൻ ഇനി മുകളിൽ വെക്കും. വീണ്ടും ഇതാ തെച്ചിപ്പൂകൾ വെക്കുക. തെച്ചിപ്പൂ ഹൽവയല്ലേ, അപ്പോൾ ഉണ്ടായിക്കോട്ടെ. നമുക്ക് അമ്പലത്തിൽ നിന്നൊക്കെ പായസമൊക്കെ കിട്ടുമ്പോഴേ തെച്ചിപ്പൂക്കളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ഈ തെച്ചിപ്പൂ അങ്ങനെ പച്ചക്ക് കഴിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇനി കട്ട് ചെയ്യണ്ടേ? അപ്പോൾ കട്ട് ചെയ്ത് ഒരു കഷ്ണം ഞാൻ കാണിച്ചു തരാം കേട്ടോ, എന്താ അതിൻ്റെ അവസ്ഥന്ന്. നമ്മളെ തെച്ചിപ്പൂ ഹൽവ എന്താ രസമല്ലേ കാണാൻ. നല്ല സോഫ്റ്റ് തന്നെയാണ് സാധനം. ടേസ്റ്റ് ചെയ്തോ? സാധനം കാണാൻ നല്ല ഫ്ലഫി ആയിട്ടുണ്ടല്ലേ. ഫ്ലഫി. ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ ആദ്യം തിന്നു. സൂപ്പർ സോഫ്റ്റ് ഉണ്ട് അല്ലേ? സോഫ്റ്റ് ഉണ്ട്. പക്ഷേ ആ ഒരു തെച്ചിപ്പൂവിൻ്റെ ഒരു അതൊരു ഫ്ലേവർ വരില്ല കേട്ടോ. ഒരു വേറെ എന്തൊക്കെയോ ഒരു ഫ്ലേവർ അല്ലേ. പക്ഷെ രസമുള്ള ചെയ്യാണ് കേട്ടോ. വേറെ എന്തൊക്കെയാന്ന് ഉദ്ദേശിക്കുമ്പോൾ വിചാരിക്കും എന്താണെന്ന്. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. തെച്ചിപ്പൂവിന് എങ്ങനത്തെ ടേസ്റ്റ് ഉണ്ടാകുക? തെച്ചിപ്പൂ വെറുതെ തിന്നോക്കുന്നാല് തെച്ചിപ്പൂ വെറുതെ തിന്നുമ്പോൾ അറിയില്ല കേട്ടോ, വേറെ ഒരു ടേസ്റ്റാണ്. പക്ഷെ ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടില്ല. അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ കിട്ടുന്നത്. ഒരു ഇതുള്ള പോലെ, ഒരു നാരുള്ളൊക്കെ പോലെ ഫീൽ ചെയ്യാം. അങ്ങനെ ഒരു വെറൈറ്റി സാധനം. ടേസ്റ്റിൽ അത്ര മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്യണില്ല. മധുരം അതേപോലെ തന്നെ ഒരു ഫ്ലഫി ആയിട്ടുള്ള സാധനം. ആരോഗ്യത്തിന് ചിലപ്പോൾ നല്ലതാവട്ടോ. ശരീരത്തിന് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള സംഭവങ്ങളാണ് തെച്ചിപ്പൂക്കൾ. ഒരുപാട് അസുഖങ്ങളെ മാറ്റി നിർത്തുന്ന സംഭവമാണ് തെച്ചിപ്പൂവ്. അതായത് ശരീരത്തിൻ്റെ ചൊറിച്ചിൽ, അലർജി അങ്ങനത്തെ സാധനത്തിനൊക്കെ തെച്ചിപ്പൂ ഉപയോഗിക്കലുണ്ട്. എത്ര എണ്ണയൊക്കെ കാച്ചിട്ട് ആയുർവേദ വിധിപ്രകാരം ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. ഡീറ്റെയിൽ ഒന്നായിട്ട് എനിക്ക് അറിയില്ല. നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു അറിവാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഇനി അതല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അറിവ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്തായാലും എഴുതണം കേട്ടോ. പിന്നെ അതുപോലെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേന്നില്ലേ Q&A, അത് ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് നിങ്ങളെ ക്വസ്റ്റ്യനുകൾക്ക് വേണ്ടിയിട്ട്. ഞങ്ങളോട് നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. നമ്മൾ അതിലുള്ള റിപ്ലൈസ് കാര്യങ്ങൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യും. അതെ, നമ്മളെ വീട്ടിലേക്ക് 2 അതിഥികൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഷൂട്ട് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് വന്നാണ്. വരി എന്ന സാധനം തിരിച്ച് കഴിച്ചിട്ട് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. ഒരു എന്താ സംഭവം എന്തായാലും കഴിച്ചു നോക്കി. നമ്മൾ കാണുന്നുണ്ടല്ലോ എന്താണ് തെച്ചിപ്പൂ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എൻ്റെ അഭിപ്രായം ഇല്ലേ? അങ്ങനെ ഒരു ടേസ്റ്റ് അല്ലേ, ഒരു വ്യത്യസ്ത ടേസ്റ്റ് അല്ലേ? നന്നായിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കുറച്ച് തെച്ചിപ്പൂ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് വന്നിട്ട് ഇതേ രീതിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നമ്മളെ ശരീരത്തിനൊക്കെ നല്ല ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.